മോക്ഷം കിട്ടാൻ കണ്ണുമടച്ച് സദാസമയം മന്ത്രം ജപിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും നിന്ന് കരയുന്ന പാവപ്പെട്ടവരുടെ കണ്ണീര് കാണാൻ കഴിയില്ല. ആ കണ്ണീര് തുടയ്ക്കുന്നതാണ് ഏറ്റവും വലിയ മോക്ഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പൂണൂൽ അതിനൊരു പ്രതിബന്ധമാണെങ്കിൽ ആ ബന്ധം ഇവിടെ വെച്ചാൽ അവസാനിപ്പിക്കുന്നു. ഇന്നു മുതൽ ഞാൻ ത്യാഗരാജ മഠത്തിലെ ശിവസുബ്രഹ്മണ്യമല്ല, കമ്മ്യൂണിസ്റ്റുകാരനായ ശിവനാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ ശിവൻ. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ ഈ ഡയലോഗ് കേട്ട് കോരിത്തെരിച്ച് പോയിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. സവർണരായ തൻ്റെ കുടുംബാംഗങ്ങളുടെ എതിർപ്പുകളെ അവഗണിച്ച് തൻ്റെ പൂണൂൽ വലിച്ചെറിഞ്ഞ് തറവാടിൻ്റെ പുറത്തിറങ്ങി പോകുന്ന, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി തെരുവിലിറങ്ങി പോരാടുന്ന സഖാവ് ശിവൻ എന്ന ശിവസുബ്രഹ്മണ്യത്തെ കാണുമ്പോൾ എന്നും മനസ്സിൽ ഒരു ആവേശത്തിരയടി അനുഭവപ്പെടാറുണ്ട്. അതുപോലെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന സുഖസന്തോഷങ്ങളെ അപ്പാടെ ഉപേക്ഷിച്ച് ചൂഷണം ചെയ്യപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന സാധാരണക്കാരന് വേണ്ടി അവരിലൊരുവനായി തെരുവിലിറങ്ങി വന്ന ഒരാളുണ്ടായിരുന്നു. ശാന്തമായ ചിരിയും സംസാരത്തിലെ ചെറിയ വിക്കും ശക്തമായ രാഷ്ട്രീയമുള്ള ഒരാൾ. ആ ഒരാൾ കേരളത്തിലെ ഏറ്റവും വലിയ പുരോഗമന പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കാൻ മുന്നിലുണ്ടായിരുന്നു. ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആ ഒരാൾ. ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആ ഒരാൾ. ആ ഒരാളാണ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അഥവാ EMS നമ്പൂതിരിപ്പാട്. ഇന്ന് EMS ദിനം. വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളോട് പോരാടുന്ന സാധാരണക്കാരന് EMS പകർന്നു നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വ്യക്തികൾ നേതാക്കന്മാരാകുന്നത് അവർ ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുമ്പോഴാണ്. ആ ജനങ്ങളെ സേവിക്കുക എന്ന ജോലി വിട്ട് വേറെന്തെങ്കിലും ചെയ്യാൻ എപ്പോൾ ഏത് നേതാവ് തുടങ്ങിയാലും ജനം അയാളെ പിടിച്ച് താഴെയിടും എന്നതാണ് EMSൻ്റെ വാക്കുകൾ. സംസാരിക്കുമ്പോൾ വിക്കുണ്ടായിരുന്ന EMSന് കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പറഞ്ഞതത്രയും സാധാരണക്കാരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു. 1957 കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച് ചരിത്രം സൃഷ്ടിച്ചു. 1957 ഏപ്രിൽ 5 കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മണ്ണിൻ്റെ അടിമകളായിരുന്നവരെ മണ്ണിൻ്റെ ഉടമകളാക്കി മാറ്റിയ ഭൂപരിഷ്കരണ ഓർഡിനൻസ് കൊണ്ടുവന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വ്യാപകമായ താല്പര്യവും ആവേശവും സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു. അങ്ങനെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും എണ്ണിയാലേറെ. ഇതുതന്നെയാണ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കപ്പുറം ജനമനസ്സുകളിൽ EMS.